بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1400 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 8-9 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖ്ഖൻ വഹുവൽ അസീസുൽ ഹകീം. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തുൽ ലുഖ്മാനിലെ 8-9 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ തുടർച്ചയായി സത്യവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലായിട്ട് പരാമർശിക്കപ്പെടുന്നത്. സൂറത്തിന്റെ തുടക്കം മുതൽ അള്ളാഹുവിന്റെ ആയാത്തുകളോട് യുക്തിസമ്പൂർണമായ യുക്തിഭദ്രമായ ദൈവിക ഗ്രന്ഥത്തിലെ ആയാത്തുകളോട് 2 വിഭാഗങ്ങൾ സ്വീകരിക്കുന്ന വ്യത്യസ്തമായ നിലപാടുകളെ ആണ് പരാമർശിച്ചു വന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം മുഹ്സിനുകളാണ്. അവര് നമസ്കാരം നടപ്പിലാക്കുന്നവരും സക്കാത്ത് നൽകുന്നവരും പാരത്രിക ജീവിതത്തിൽ ദൃഢബോധ്യമുള്ളവരുമാണ്. അത്തരം ആളുകൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിച്ച അതിന്റെ ഗുണം നേടിയ ആളുകളാണ്. അവരാണ് വിജയം വരിക്കുന്ന ആളുകൾ എന്നുകൂടി അള്ളാഹു അവരെ പരാമർശിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പറയുകയുണ്ടായി. അതിനെ തുടർന്ന് ജനങ്ങളുടെ കൂട്ടത്തില് വഞ്ചനാത്മകമായ സംസാരങ്ങളെ പോലെയുള്ള സംഗതികളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ ഉദ്ദേശപൂർവം ജനങ്ങളെ ദുർമാർഗത്തിലേക്ക് വലിച്ചിഴക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ ആയാത്തുകളെ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളെ പരിഹസിക്കുന്നതിന് വേണ്ടിയൊക്കെ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ വളരെ അപമാനകരമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. 2ാമത്തെ വിഭാഗമാണത്. അത്തരം ആളുകൾക്ക് ദൈവിക ദൃഷ്ടാന്തം അല്ലെങ്കിൽ ദൈവിക സൂക്തങ്ങൾ കേൾപ്പിക്കപ്പെടുമ്പോൾ അവര് അഹങ്കാരത്തോടു കൂടി തിരിഞ്ഞു കളയും. അത് കേട്ടില്ല എന്നുള്ള നിലക്കാണ് അവരങ്ങനെ തിരിഞ്ഞു പോയി കളയുന്നത്. അവരുടെ കാതുകളിൽ എന്തോ ഒരു തടസ്സം, ഒരടപ്പ് വീണ പോലെയാണ്. അത്തരം ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ആദ്യ വിഭാഗത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളെ കേൾപ്പിക്കുകയാണ് അള്ളാഹു നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള 2 ആയത്തുകളിലായിട്ട്. അതിന് മുമ്പായി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ഭാഗത്ത് ഉള്ള പ്രയോഗം ലഹുൽ ഹദീസ് എന്ന ഒരു വിഷയം, അത് വഞ്ചനാത്മകമായ സംസാരം എന്നാണ് ആ പദം നൽകുന്ന അർത്ഥം. അതിന്റെ
അർത്ഥവ്യാപ്തിയിൽ, അർത്ഥസൂചനകളിൽ എന്തൊക്കെ പെടുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയുണ്ടായി. പക്ഷെ ഇത് അള്ളാഹു ഈ ആയത്തിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കാണാൻ കഴിയും. ലഹുൽ ഹദീസ് എന്തിനു വേണ്ടിയുള്ളതാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഇന്റൻഷണൽ ആയിട്ട് വഴിതെറ്റിക്കാനുള്ളത്, അള്ളാഹുവിന്റെ ആയാത്തുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോ ആളുകൾക്ക് ലലാലത്ത് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള, അത് ഏത് വിധത്തിലായാലും ലലാലത്ത് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മാർഗഭ്രംശം, സത്യമാർഗത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള കലയായാലും സംഗീതമായാലും നൃത്തമായാലും അതുപോലെ സംസാരങ്ങളൊക്കെ ആയാലും അത്തരം സംഗതികൾ അതിന്റെ എന്റർടൈൻമെന്റ് സ്വഭാവത്തിലുള്ളതാണെങ്കിലും, ഇനി അതല്ല ആളുകളെ നേരം പോക്ക് എന്നുള്ള നിലക്ക് ചില സംസാരങ്ങൾ ഒക്കെയാണ് എങ്കിൽ പോലും ഇതൊക്കെ അടിസ്ഥാനപരമായ ജീവിത ദർശനത്തോട് യോജിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ്. ആളുകളിൽ അസാൻമാർഗികത ഉണ്ടാക്കുന്നുണ്ട്, ആളുകളെ തെറ്റായി വൈകാരികമായി സ്വാധീനിക്കുന്നുണ്ട്, അവരുടെ മൃദുല വികാരങ്ങളെ ഉണർത്തി വിട്ട് അവരെ അധാർമികതയിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ളതൊക്കെയാണ് എങ്കിൽ യാതൊരു സംശയവുമില്ല ഇത് ഈ ഖുർആൻ പരാമർശിക്കുന്ന വിധത്തിലുള്ള ലഹുൽ ഹദീസ് തന്നെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരിമിതമായും നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ വളരെ കൂടുതലായും പ്രയോഗത്തിൽ വന്നിട്ടുള്ള ചില കലാരൂപങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. അത് ഉദ്ദേശപൂർവം സമൂഹത്തിന് പോസിറ്റീവായിട്ടുള്ള ഗുണം, അവർക്ക് ദിശാബോധം നൽകുക, ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക, അവരെ നീതിയോടൊപ്പം അല്ലെങ്കിൽ നീതി പ്രവർത്തിക്കാൻ വേണ്ടി ജനങ്ങളെ ഉണർത്തുക, തിന്മക്കെതിരിലും അധർമ്മത്തിനും അക്രമത്തിനും എതിരിലും രംഗത്ത് വരാൻ പ്രേരിപ്പിക്കുക പോലെയുള്ള ആവശ്യങ്ങൾക്ക്, അതുപോലെ ചരിത്രബോധമുള്ളവരാക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് സന്മാർഗബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള താല്പര്യത്തോടു കൂടി കലയും അതുപോലെയുള്ള സംഗതികളും പ്രയോജനപ്പെടുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സിനിമ പോലെയുള്ള മാധ്യമങ്ങളെ ആ വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ധാരാളം ഉണ്ട്. പാട്ടിനെയും അതുപോലെയുള്ള കലാരൂപങ്ങളെയും ഒക്കെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമായി ധാരാളം ഉണ്ട്. സാമൂഹ്യ മാറ്റമുണ്ടാക്കുന്നത് ഉദ്ദേശിച്ചുകൊണ്ട്, അതുപോലെ സമൂഹത്തിലെ അക്രമവാഴ്ചകൾക്ക് എതിരിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ ഇത്തരം കലാരൂപങ്ങൾ പ്രയോജനപ്പെടുത്തപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ വിധത്തില് കലാരൂപങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിന് ഇസ്ലാം പ്രത്യേകിച്ച് വിലക്കൊന്നും നടത്തിയതായിട്ട് കാണാൻ കഴിയില്ല. പരിമിതമായ അർത്ഥത്തില് കവിത, കാവ്യാലാപനം പോലെയുള്ള സംഗതികളൊക്കെ തന്നെ, അതുപോലെ ചില സംഗീതോപകരണങ്ങൾ ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സഹാബത്ത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നത് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഈ കലാരൂപങ്ങളെ അതുപോലെ എന്റർടൈൻമെന്റിന്റെ സംഗതികൾ കൂടി നല്ല പോസിറ്റീവായ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നല്ല, പലപ്പോഴും നമ്മുടെ പ്രഭാഷണങ്ങളെക്കാളോ അല്ലെങ്കിൽ വലിയ ഗഹനമായ ചർച്ചകളെക്കാളോ ഒക്കെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ എളുപ്പമായ, അല്ലെങ്കിൽ അതിന് അവർക്ക് കൂടുതൽ പ്രേരണ നൽകുന്ന വിധത്തിലുള്ള സംഗതികൾ, കലാരൂപങ്ങളാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ പക്ഷെ അതില് സ്വാഭാവികമായിട്ടും വന്നു ചേർന്ന ചില ചതിക്കുഴികളുണ്ട്. അത് മനസ്സിലാക്കാതിരുന്നാൽ വലിയ അപകടത്തിൽ ചെന്ന് ചാടാനും സാധ്യതയുണ്ട്.
ഈ ചതിക്കുഴികൾ എന്ന് പറഞ്ഞാൽ ഈ കല ഒരു അങ്ങനെ തന്നെ എന്താ പറയാ ഒരു വേൾഡ് ഓഫ് കൾട്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിനിമയായാലും നാടകമായാലും അതുപോലെയുള്ള കലാ പരിപാടികൾ ഒക്കെ തന്നെയാണെങ്കിൽ ഇതിലൊക്കെ തന്നെ ഇതിന്റെ ഒരു കൾട്ട് സ്വഭാവം അതിന് ഉള്ളതായിട്ട് കാണാൻ കഴിയും. കലാരംഗത്തുള്ള ഒരുപാട് സ്ക്രീനിന് പുറകിൽ ഉള്ള ഒരുപാട് ആളുകൾ അതിന്റെ പ്രവർത്തകരായിട്ടുണ്ടാവും. അതിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട്, അതുപോലെ കോസ്റ്റ്യൂം മേക്കേഴ്സ് ആയിട്ട്, അതുപോലെ സ്റ്റേജ് മാനേജേഴ്സ് ആയിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഈ മേഖലകളിലൊക്കെ പല വിധത്തിലുള്ള അസാൻമാർഗികതകളും കടന്നു വരുന്നതും അല്ലെങ്കിൽ രംഗം കൈയടക്കുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പോ സത്യവിശ്വാസ മാർഗത്തിലുള്ള ആളുകള് കലാരൂപങ്ങളെയും അത്തരം സംഗതികളെയും ഒക്കെ നന്മക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അത്തരം ചതിക്കുഴികളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും കലയുടെ ലോകത്തേക്ക് അങ്ങ് കടന്ന് പിന്നെ എന്തിനു വേണ്ടിയാണ് താൻ ആ മേഖലയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പോലും മറന്നു പോകുന്ന കലാകാരന്മാരും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സമൂഹത്തിലുണ്ട്. അപ്പം അത്തരം ആളുകൾ വളരെ കരുതലോടുകൂടിയല്ല ആ മേഖലയിലേക്ക് വരുന്നത് എങ്കിൽ പലപ്പോഴും അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അപകടത്തിൽ പെടാനും അതുപോലെ കലാലോകത്തിന്റെ പൊതുവെ ഉള്ള ഒരു വശീകരണ സ്വഭാവമുണ്ട്, അതിലേക്കൊക്കെ ചെന്ന് പെടാനൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ട്. ആ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയുള്ളവരായിക്കൊണ്ടും കൂട്ടുചേരാൻ പറ്റുന്നവരുമായി മാത്രം കൂട്ടുചേരുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ കരുതലോടും സൂക്ഷ്മതയോടും കൂടി മാത്രമേ ആ മേഖല പ്രയോജനപ്പെടുത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ എന്തായാലും കലാം ഈ പോസിറ്റീവ് വാല്യൂസ് സമൂഹത്തിൽ കരുപ്പിടിപ്പിക്കുന്ന വിധത്തിൽ കലയെ ഉപയോഗപ്പെടുത്തുന്നതിന് ഇസ്ലാം ഒരു വിലക്കും വെച്ചിട്ടില്ല എന്നതാണ് എനിക്ക് വ്യക്തിപരമായി എന്റെ പഠനത്തിലും ഖുർആന്റെയും സുന്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. ഞാൻ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതിന്റെ ഒരു കാരണം ചില കമന്റുകളിൽ അതിനെ നമ്മൾ ഇതിനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളെ തെറ്റിദ്ധരിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലോ ചില റെസ്പോൺസസ് കാണാനിടയായി. അതുകൊണ്ട് ഇസ്ലാമിന്റെ കലയോടുള്ള വീക്ഷണം എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഈ ആയത്തുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. തുടർന്ന് അള്ളാഹു ഈ ലഹുൽ ഹദീസ് പിന്തുടരുന്ന എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യമാർഗത്തിലേക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന അള്ളാഹുവിന്റെ ആയാത്തുകളെ ഗൗരവപൂർവം ശ്രദ്ധിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്ന തരം പ്രവർത്തനങ്ങൾ ലഹുൽ ഹദീസ് സംഘടിപ്പിച്ചുകൊണ്ട് പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാക്കിക്കൊണ്ട് പല പാട്ടുകച്ചേരികളോ അല്ലെങ്കിൽ നൃത്തനർത്യങ്ങളോ അതുപോലെയുള്ളതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ എളുപ്പത്തിൽ അങ്ങോട്ട് ശ്രദ്ധ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെക്കുന്ന വളരെ ഗൗരവമുള്ള ജീവിത ദർശനത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് അവസരം ഇല്ലാണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അവര് അപമാനകരമായ ശിക്ഷയാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നത് വ്യക്തമാക്കിയതിനു ശേഷം അള്ളാഹു തുടർന്ന് പറയുന്നത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ലഹു ജന്നാത്തുൻ നഈം, അവർക്ക് അനുഗ്രഹീതമായ തോട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ ഉദ്യാനങ്ങളോ ആരാമങ്ങളോ ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ആരാമങ്ങളിൽ, സ്വർഗീയ ആരാമങ്ങളിൽ അവർക്ക് വലിയ അനുഗ്രഹങ്ങളുണ്ട് എന്ന് പോലുമല്ല പറയുന്നത്, മറിച്ച് അവർക്ക് അനുഗ്രഹീതമായ ആരാമങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കായിട്ട് അള്ളാഹു അനുഗ്രഹങ്ങൾ നിറഞ്ഞ തോട്ടങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ ചില അനുഗ്രഹങ്ങൾ ഉണ്ടെന്നല്ല, ആ തോട്ടങ്ങൾ തന്നെ, ആ ഉദ്യാനങ്ങൾ തന്നെ
അത്തരം ആരാമങ്ങൾ തന്നെ അള്ളാഹു അവർക്കായിട്ട് നൽകിയിരിക്കുകയാണ്. അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവുകയില്ല. അത് അവരുടേതാണ്. അള്ളാഹു അവർക്കായിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോ വിശ്വാസം ഉൾക്കൊള്ളുകയും സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, ഈ രണ്ട്, ഇവിടെ അങ്ങനെ ഒരു ബൈനറി കാണാൻ സാധിക്കും. നമ്മൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ അത് കണ്ടുവല്ലോ. ഈ സൂറത്തിന്റെ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളെയാണ് അള്ളാഹു ഇവിടെ പരാമർശിച്ചത്. അതിൽ ഒരു വിഭാഗം മുഹ്സിനുകളാണ്, മറ്റേ വിഭാഗം ലഹുൽ ഹദീസിന്റെ പുറകെ പോകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ആളുകൾ ഉൾക്കൊള്ളുന്നതിന് തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തരം ആളുകൾ. ഈ രണ്ട് വിഭാഗങ്ങൾ. ഇതില് മുഹ്സിനുകളായ ആളുകൾ എന്ന് വെച്ചാൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന, സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കായിട്ട് അള്ളാഹു അനുഗ്രഹങ്ങളുടെ തോട്ടങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അത് അവർക്കുള്ളതാണ്. അവരുടെ ഓണർഷിപ്പും പൊസിഷനും ഒക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ആ ഉദ്യാനങ്ങളും ആരാമങ്ങളും ഒക്കെ അള്ളാഹു അവർക്കായിട്ട് നൽകിയിരിക്കുകയാണ്. ഖാലിദീന ഫീഹ, അവരതിൽ നിത്യമായി വസിക്കുന്നവരാണ്. വഅദല്ലാഹി ഹഖ്ഖ, അള്ളാഹുവിന്റെ അലംഘനീയമായ വാഗ്ദാനമാണത്. അള്ളാഹുവിന്റെ ഹഖായ, സത്യമായ, ഉറപ്പായ, ദൃഢബോധ്യം ഉണ്ടാവേണ്ട ഒരു വാഗ്ദാനമാണിത് എന്നാണ് അള്ളാഹു പറയുന്നത്. വഅദല്ലാഹി, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഹഖ്ഖ, അത് തീർത്തും സത്യാധിഷ്ഠിതമാണ്. അതിൽ പൊളിയില്ല. അതിൽ എന്തെങ്കിലും സംശയത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതയൊന്നുമില്ല. ഉറപ്പായും അള്ളാഹു പാലിക്കുന്ന, അള്ളാഹു സത്യമായി പുലർത്തുന്ന ദൈവിക വാഗ്ദാനമാണത്. വഹുവൽ അസീസുൽ ഹക്കീം, അവന് പ്രതാപോടയവനും വളരെ ഗഹനമായി കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നവനുമാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകൾ ഈ വാഗ്ദാനം സത്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു ഇവിടെ പരാമർശിക്കുകയാണ്. ഒന്ന് ഇസ്സത്താണ്. അള്ളാഹുവിന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അജയ്യത, അള്ളാഹുവിന്റെ പ്രതാപം എന്നൊക്കെ പറയുന്നത് ഈ സംഗതി സത്യമായി പുലർത്തി തരുന്നതിന് അവൻ എന്തിനും യോഗ്യനാണ്, ഏതു വിധത്തിലും യോഗ്യനാണ്, അതിന് കഴിവുള്ളവനാണ് അവൻ. ഒരിക്കലും തന്നെ അവന് സാധിക്കാത്തൊരു സംഗതിയല്ല ഇത്. കാരണം അവന് ഇസ്സത്ത് ഉള്ളവനാണ്. അതേപോലെ തന്നെ ഹിക്മത്തും ഉള്ളവനാണ്. അവന് ഈ കാര്യം ചെയ്യുന്നതിൽ വലിയ വിസ്ഡം പ്രകടിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൈവിക യുക്തിയുടെ, ദൈവികമായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയാണ് വിശ്വസിക്കുകയും സുഹൃതങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളുടെ ഞാമത്ത് നിറഞ്ഞ ആരാമങ്ങൾ അവർക്ക് സമ്മാനമായി, പാരിതോഷികമായി അള്ളാഹു പ്രതിഫലമായി നൽകുന്നു എന്നത്. അപ്പൊ അതിന് ഏറ്റവും യോഗ്യനായവൻ കൂടിയാണ് അള്ളാഹു. വഹുവൽ അസീസുൽ ഹക്കീം, അവന് അതിനുള്ള ഇസ്സത്തും ഹിക്മത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദാനം സത്യമായി പുലർത്തുക എന്നത് അസാധ്യമായതോ അല്ലെങ്കിൽ സംഭവിക്കാത്തതോ ഒന്നുമല്ല. അപ്പോ സൂറത്തു ലുഖ്മാനിലെ 8-9 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാൻ ദൈർഘ്യം കുറച്ചതാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ഇന്നും നാളെയുമായിട്ടാണ് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഒരു ദിനമാണ് ഇത്. ഹജ്ജിന് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇത് യൗമുൻ നെഹറാണ്, ബലികർമ്മം നടത്താനുള്ള ദിവസമാണ്. ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് ഇത് ഈദുൽ അദ്ഹയാണ്. അതും ബലികർമ്മം നിർവഹിക്കപ്പെടുന്ന ആഘോഷ ദിനമായിട്ടാണ് അവരത് നിർവഹിക്കുന്നത്, അതിന്റെ ഭാഗവാക്കുകളാകുന്നത്. സന്തോഷവും ആനന്ദവും ഒക്കെ എല്ലാ ആളുകളുടെയും ഹൃദയങ്ങളെ നിറയ്ക്കുന്ന ഒരു അസുലഭ സന്ദർഭം. അതേ സമയത്ത് ത്യാഗബോധം, ഇബ്രാഹിം അലൈഹിസ്സലാം കാഴ്ചവെച്ച സമർപ്പണ ബോധം, ഇതൊക്കെ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഇങ്ങനെയുള്ള ഒരു വളരെ വിശിഷ്ടമായ ഒരു സന്ദർഭമാണ്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനായിട്ട് ബലിയർപ്പിക്കേണ്ട ഇസ്മായിലുകൾ എന്താണ് എന്നത്
ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മൃഗബലി ഏതായാലും ഇസ്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് സമൂഹത്തിന്റെ ഗുണത്തിനും നന്മക്കും വേണ്ടിയുള്ളതാണ്. വെറുതെ ഏതെങ്കിലും മൃഗത്തിന്റെ കഴുത്ത് വെട്ടി അങ്ങ് എറിയുക, എന്നിട്ട് അത് നശിച്ചു പോവുക എന്ന വിധത്തിലുള്ളതല്ല ഇസ്ലാമിലെ ബലി. ജനങ്ങൾക്ക് മാംസവും അതിന്റെ ബാക്കി സംഗതികളൊക്കെയും പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ്. പല ഭൂപ്രദേശങ്ങളിലെയും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബലിദിനത്തിലാണ് അവർക്ക് മാംസാഹാരത്തിനുള്ള ഒരു അവസരം തന്നെ ഉണ്ടാകുന്നത്. അവർക്ക് അല്ലെങ്കിൽ ഈ ബലിമാംസം അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് നൽകപ്പെടുമ്പോഴാണ് അവർക്ക് മാംസം ആഹരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് പോലും. സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും മാംസാഹാരം നമ്മുടെയൊക്കെ നാട്ടിൽ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത് കാണപ്പെടുമെങ്കിലും ധാരാളം ആളുകൾ മാംസാഹാരത്തിന്റെ കാര്യത്തിൽ സുഭിക്ഷത അനുഭവിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് എന്നതാണ് വസ്തുത. അപ്പോ ഈ ബലിമൃഗത്തിന്റെ മാംസം ആ നിലക്ക് പ്രയോജനപ്പെടുത്താനുള്ളത് തന്നെയാണ്. ആ വിധം അല്ലാതെ നശിച്ചു പോകാനോ ഉപയോഗശൂന്യമായി കളയാനോ ഒന്നും വേണ്ടിയുള്ളതല്ല. ബലിമൃഗത്തിന്റെ എല്ലാം തന്നെ ആ നിലക്ക് പ്രയോജനപ്പെടുത്താനുള്ളതാണ്. അത് പുണ്യകർമ്മവുമാണ്, യാതൊരു സംശയമില്ലാത്തൊരു സംഗതിയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പല പ്രഭാഷകരും പല സംസാരമൊക്കെ നടത്തുന്നത് കേൾക്കാം. പക്ഷെ അവര് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഖുർആന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന ആളുകളല്ല എന്നത് സമൂഹത്തിന് ഇതിനകം ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയത്ത് ഈ മൃഗബലിയിൽ പരിമിതമല്ല നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്ന ഈ ബലി എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിൽ ഒക്കെ തന്നെ അള്ളാഹു ആവശ്യപ്പെടുന്ന ഒരു ബലി ഉണ്ടാവും. അത് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയും. നമ്മൾ അള്ളാഹുവിന് കൊടുക്കാൻ മടിച്ചു നിൽക്കുന്നതും എന്നാൽ അള്ളാഹു നിരന്തരമായി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകും. അത് കണ്ടെത്തി, അതാണ് നമ്മുടെ ഇസ്മായിൽ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അദ്ദേഹം ആറ്റുനോറ്റുണ്ടായ മകൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. അതാണ് അള്ളാഹു ആവശ്യപ്പെട്ടതും കൊടുക്കാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം സന്നദ്ധനായതും. അത് പ്രതീകാത്മകമായ ഒരു നടപടിയായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ. ആരോടും അള്ളാഹു നരബലി നടത്താൻ വേണ്ടി ആവശ്യപ്പെടൂല. ഇബ്രാഹിം അലൈഹി ഇസ്ലാം വിശിഷ്ടനായ പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി എന്നേ ഉള്ളൂ. അത് ബാക്കിയുള്ളവർക്ക് ബാധകമല്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും തന്നെ അള്ളാഹുവിന് നൽകാൻ വിസമ്മതിച്ചു നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അള്ളാഹുവിന് ബലിയായി നൽകാനുള്ള സന്നദ്ധത ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുന്നത്. അതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ നമ്മൾ കാണുന്ന മാതൃക. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ചില കലിമാത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു എന്നും അവയൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിർവഹിച്ചു എന്നും അത് കാരണമായിട്ട് അദ്ദേഹത്തെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ജനതതികളുടെ നായകനായി നിശ്ചയിക്കുകയും ചെയ്തു എന്നുമാണ് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നത്. നമുക്കുള്ള അംഗീകാരവും നമ്മുടെ ഈമാനുള്ള സർട്ടിഫിക്കേഷനും ഒക്കെ അള്ളാഹു നൽകുന്നത് ഈ സമർപ്പണ സന്നദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്ന സമർപ്പണം, നമ്മുടെ ഭാഗത്തു നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്ന ബലി എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സന്നദ്ധത കാണിക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇന്നും നാളെയുമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഈദുൽ അദ്ഹ ദിനത്തിന്റെ, ബലിദിനത്തിന്റെ അല്ലെങ്കിൽ ബലി പെരുന്നാളിന്റെ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ ആശംസിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.